എത്ര കിട്ടിയാലും മലയാളികൾ പഠിക്കില്ല. ആടിനെ പച്ചില കാട്ടി പിറകെ വരുത്തുന്നത് പോലെയാണ് കൊള്ള പലിശ വാഗ്ദാനം ചെയ്ത ആളുകളെ വലയിൽ വീഴ്ത്തുന്നത്. കൂടുതൽ പലിശയെന്ന് കേൾക്കുമ്പോൾ കടം മേടിച്ചും കിടപ്പാടം പോലും പണയം വെച്ചും പലിശക്കാരന് കൊണ്ട് കൊടുക്കും. ഒടുവിൽ അവൻ തേച്ചോണ്ട് പലരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാവുന്നതെല്ലാം വാങ്ങിച്ച് ഒരു സുപ്രഭാതത്തിൽ മുങ്ങും. ഈ അടുത്ത സമയത്ത് തന്നെ എത്ര സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും നടന്നിട്ടുള്ളത്. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും വീണ്ടും വീണ്ടും പലിശയ്ക്കായി കൊണ്ടുകൊടുത്ത് തട്ടിപ്പുകാരുടെ വലയിൽ വീഴുന്നു. കുഴിയിൽ വീണിട്ട് കിടന്ന് മോങ്ങും. അങ്ങനെ മോങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? കഴിഞ്ഞ ദിവസം തന്നെ അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയ ഒരു യുവതിയെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മാന്നാർ കുളഞ്ഞിക്കാരഴ്മ വലിയ കുളങ്ങര ശാന്തി ഭവനത്തിൽ രശ്മി നായരാണ് അറസ്റ്റിലായത്. ചേർത്തല സ്വദേശിനി ത്രേസ്യാമ്മ സേവ്യറിൻ്റെ പക്കൽ നിന്ന് 9.5 ലക്ഷം രൂപ, 1-2 9.5 ലക്ഷം തട്ടിയെടുത്തതായുള്ള പരാതിയിലാണ് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. PRV ഇൻവെസ്റ്റ്മെൻറ്റ് കൺസൾട്ടൻസി എന്ന ഒരു കമ്പനിയുടെ മറവിലായിരുന്നു തട്ടിപ്പ് നടത്തിയത്. 2021 5 ലക്ഷം രൂപ ത്രേസ്യാമ്മയുടെ കയ്യിൽ നിന്നും ഇവർ നിക്ഷേപമായി സ്വീകരിച്ചു. തുടർന്ന് ആദ്യത്തെ 4 മാസം പലിശ നൽകി. പിന്നീട് പലിശയുമില്ല, മുതലുമില്ല. പലിശ ലഭിക്കാതോടെ ത്രേസ്യാമ്മ രശ്മിയെ കണ്ട് തനിക്കൊരു വീട് വാങ്ങുന്നതിനായി പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും തന്ത്രത്തിൽ കൊടുത്ത പൈസ ഇനി വാങ്ങിക്കാൻ. പക്ഷേ 4.5 ലക്ഷം രൂപ കൂടി തന്നാൽ 30 ലക്ഷം രൂപയുടെ വായ്പ തരപ്പെടുത്തി തരാമെന്നും തൻ്റെ പക്കലുള്ള തുകയുടെ പലിശ കൊണ്ട് ലോണിൻ്റെ തവണകൾ അടയ്ക്കാമെന്നും രശ്മി പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ത്രേസ്യാമ്മ 4.5 ലക്ഷം രൂപയും കൂടെ കൊണ്ടുകൊടുത്തു. പിന്നീട് ഫോൺ വിളിച്ചപ്പോൾ എടുക്കാതിരുന്നതോടെയാണ് മാന്നാർ പോലീസിൽ പരാതി നൽകിയത്. എറണാകുളം കാക്കനാടുള്ള ഫ്ലാറ്റിൽ നിന്നാണ് പോലീസ് രശ്മിയെ പിടികൂടിയത്. കേസിൽ മറ്റ് 2 പേരെ കൂടി പിടികൂടാനുണ്ട്. തെലങ്കാനയിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ജയിലിൽ കിടന്നയാളാണ് രശ്മി നായർ. ത്രേസ്യാമ്മയുടെ മകൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് 7 ലക്ഷം രൂപയും രശ്മി വേറെ വാങ്ങിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജയിലിലേക്ക് വിട്ടു. ജയിലിലിട്ടാലും ഇവരൊക്കെ ഇറങ്ങിപ്പോരും നിഷ്പ്രയാസം. സാമ്പത്തിക തട്ടിപ്പിൽ തൂക്കിക്കൊല്ലാനുള്ള വകുപ്പൊന്നുമില്ല. അങ്ങനെയെങ്കിൽ കേച്ചേരി, പോപ്പുലർ, നെടുമ്പറമ്പിലിൻ്റെ ഒക്കെ മുതലാളിമാരെ തൂക്കിക്കൊല്ലണമല്ലോ. ഇവരൊക്കെ മാന്യന്മാരായി നമ്മുടെ ഇടയിൽ തന്നെ വിലസുന്നുണ്ട്. കോടികളാണ് അടിച്ചു മാറ്റിയത്. ഇതെല്ലാം ഈ അടുത്ത സമയത്തുള്ള സംഭവങ്ങളാണ്.